नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 70. ഭഗവാൻ കൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിൽ. പേജ് നമ്പർ 691. അതിനാൽ ജരാസന്ധവധം സാധിച്ചാൽ അതു മറ്റു പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നു ഞാൻ കരുതുന്നു. ബന്ധനസ്ഥരായ രാജാക്കന്മാരുടെ പുണ്യകർമ്മങ്ങളുടെ ഫലമായോ അഥവാ ജരാസന്ധന്റെ ദുഷ്കർമ്മങ്ങളുടെ ഫലമായോ ഹസ്തിനപുരത്തിൽ ഒരുങ്ങിവരുന്ന രാജസൂയം നടക്കുക തന്നെ ചെയ്യും. ഭഗവാനെ, അസുര രാജാക്കന്മാരായ ജരാസന്ധനെയും ശിശുപാലനെയും കീഴടക്കാനും ബന്ധനത്തിൽ കഴിയുന്ന ധാർമ്മികരായ രാജാക്കന്മാരെ മോചിപ്പിക്കാനും അതേസമയം മഹത്തായ രാജസൂയ യാഗം നടത്താനും അങ്ങ് ഹസ്തിനപുരത്തിലേക്ക് പോകേണ്ടത് ആവശ്യമാണെന്നു എനിക്ക് തോന്നുന്നു. ഈ വക കാര്യങ്ങളെല്ലാം പരിഗണിച്ച് ഭഗവാൻ ഉടനെ ഹസ്തിനപുരത്തിലേക്കു പുറപ്പെടണമെന്നാണ് ഞാൻ കരുതുന്നത്. ഉദ്ധവരുടെ ഈ ഉപദേശം സഭാവാസികൾക്കൊക്കെ സമ്മതമായി. ഹസ്തിനപുരത്തിലേക്കുള്ള കൃഷ്ണന്റെ യാത്ര ഏതു തരത്തിൽ നോക്കിയാലും നേട്ടമുണ്ടാക്കുന്നതായിരിക്കുമെന്ന് എല്ലാവരും കണക്കാക്കി. നാരദ മഹർഷിയും യദുവംശത്തിലെ മുതിർന്ന ആളുകളും സർവോപരി പരമപുരുഷനായ കൃഷ്ണനും ഉദ്ധവരുടെ പ്രസ്താവത്തെ പിന്താങ്ങി. ഉടൻ തന്നെ ഭഗവാൻ കൃഷ്ണൻ അച്ഛനായ വസുദേവർ, മുത്തച്ഛനായ ഉഗ്രസേനൻ എന്നിവരുടെ അനുവാദം വാങ്ങി ഹസ്തിനപുരത്തിലേക്കുള്ള യാത്രയ്ക്കു വേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ ഭൃത്യന്മാരായ ദാരുകനും ജൈത്രനും കൽപ്പന കൊടുത്തു. എല്ലാം തയ്യാറായപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഭഗവാൻ ബലരാമനോടും യദുക്കളുടെ രാജാവായ ഉഗ്രസേനനോടും പ്രത്യേകം യാത്ര പറഞ്ഞു. തുടർന്ന് തൻ്റെ റാണിമാരെയും മക്കളെയും അവരുടെ യാത്രാസാമാനങ്ങളോടൊപ്പം മുമ്പേ അയച്ചിട്ട് ഗരുഡചിഹ്നാങ്കിതമായ കൊടി പാറുന്ന തൻ്റെ രഥത്തിൽ കയറി. ഘോഷയാത്ര ആരംഭിക്കുന്നതിനു മുമ്പ് പലതരത്തിലുള്ള പൂജനീയ വസ്തുക്കൾ സമർപ്പിച്ച് ഭഗവാൻ കൃഷ്ണൻ നാരദനെ തൃപ്തിപ്പെടുത്തി. നാരദന് കൃഷ്ണന്റെ പാദപദ്മങ്ങളിൽ വീഴണമെന്നുണ്ടായിരുന്നു. എന്നാൽ ഭഗവാൻ ഒരു മനുഷ്യജീവിയുടെ ഭാഗം അഭിനയിക്കുന്നതിനാൽ അദ്ദേഹം മനസ്സുകൊണ്ടു ആദരങ്ങൾ അർപ്പിച്ച് വെറുതെ നിന്നതേയുള്ളൂ. തുടർന്ന് ഹൃദയത്തിൽ ഭഗവാന്റെ അതീന്ദ്രിയ രൂപം ഉറപ്പിച്ചുകൊണ്ട്
സഭാമണ്ഡപം വിട്ട് ആകാശമാർഗത്തിലൂടെ യാത്രയായി. സാധാരണമായി നാരദ മഹർഷി ഭൂതലത്തിലൂടെ നടക്കാറില്ല. ബാഹ്യാകാശത്തുകൂടെയാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം. നാരദൻ പോയി കഴിഞ്ഞപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ബന്ധനസ്ഥരായ രാജാക്കന്മാരുടെ ദൂതനെ വിളിച്ചു യാതൊന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് അറിയിച്ചു. മഗധാധിപനായ ജരാസന്ധനെ വധിക്കാൻ ഉടൻ വേണ്ട ഏർപ്പാട് അദ്ദേഹം ചെയ്തു. ഇപ്രകാരം ബന്ധനസ്ഥനായ രാജാക്കന്മാർക്കും ദൂതനും അദ്ദേഹം സൗഭാഗ്യം ആശംസിച്ചു. ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് ഈ ഉറപ്പു ലഭിച്ച ശേഷം ദൂതൻ മടങ്ങിപ്പോയി. ഭഗവാന്റെ ആസന്നമായ സന്ദർശനത്തെക്കുറിച്ച് ബന്ധനസ്ഥരായ രാജാക്കന്മാരെ അറിയിക്കുകയും ചെയ്തു. വാർത്ത കേട്ടു രാജാക്കന്മാരെല്ലാം ഉല്ലാസഭരിതരായി. ഭഗവാന്റെ ആഗമനത്തെ പ്രതീക്ഷിച്ചു ഉത്കണ്ഠാപൂർവം കാത്തിരിപ്പും തുടങ്ങി. തേരുകൾ, ആന, കുതിരപ്പട, കാലാൾപ്പട എന്നിവയാലും മറ്റു പരിച്ഛദങ്ങളാലും അനുഗതമായി ഭഗവാൻ കൃഷ്ണന്റെ രഥം മുന്നോട്ടു നീങ്ങിത്തുടങ്ങി. കൊമ്പ്, ചെണ്ട, കാഹളം, കുഴൽ, ശംഖം എന്നിവയെല്ലാം ചേർന്നു പുറപ്പെടുവിച്ച മംഗളധ്വനി ദിഗന്ധങ്ങളെങ്ങും മാറ്റുലി കൊണ്ടു. ഭഗവാൻ കൃഷ്ണന്റെ മാതൃകാ പത്നിയായ രുക്മിണീ ദേവിയുടെ നേതൃത്വത്തിൽ 16,000 റാണിമാരും അവരുടെ മക്കളാൽ അനുഗതരായി ഭഗവാൻ കൃഷ്ണനെ അനുഗമിച്ചു. വിലപിടിച്ച പട്ടാംബരങ്ങളണിഞ്ഞിരുന്ന അവർ സർവാഭരണ വിഭൂഷിതരായിരുന്നു. ശരീരം മുഴുവൻ അവർ ചന്ദനം പൂശിയിരുന്നു. സുഗന്ധം പരത്തുന്ന പൂമാലകളും ധരിച്ചിരുന്നു. പട്ടുതുണികൾ, കൊടികൾ, സ്വർണച്ചരടുകൾ എന്നിവ കൊണ്ടു മോടി പിടിപ്പിച്ച പല്ലക്കുകളിൽ കയറിയാണ് തങ്ങളുടെ സമുന്നതനായ ഭർത്താവിനെ അവർ പിന്തുടർന്നിരുന്നത്. കാലാൾപ്പട വാളും പരിചയും കുന്തങ്ങളും ധരിച്ചിരുന്നു. അവർ റാണിമാരുടെ രാജകീയ അംഗരക്ഷകരായി പ്രവർത്തിച്ചു. ഘോഷയാത്രയുടെ പിൻഭാഗത്തായി മറ്റ് അനുഗാമികളുടെ ഭാര്യമാരും കുട്ടികളും അണിനിരന്നു. ഒപ്പം ഏതാനും സാമൂഹ്യ വനിതകളും ഒത്തുചേർന്നു. കാള, പോത്ത്, കഴുത, കോവർ കഴുത തുടങ്ങിയ ഭാരം ചുമക്കുന്ന ജീവികൾ കൂടാരങ്ങളും ശയ്യോപകരണങ്ങളും പരവതാനികളും വഹിച്ചിരുന്നു. പിന്തുടർന്നു വന്ന സ്ത്രീകൾ ഒട്ടകപ്പുറത്തു വെവ്വേറെ പല്ലക്കുകളിലാണ് ഇരിപ്പുറപ്പിച്ചിരുന്നത്. ഘോഷയാത്രയുടെ ഈ വിശാലമായ ദൃശ്യത്തോടൊപ്പം ആളുകളുടെ ആർപ്പുവിളിയും ഒത്തുചേർന്നു. വിവിധ വർണ്ണങ്ങളിലുള്ള കൊടികൾ, കുടകൾ, ചാമരങ്ങൾ, പലതരം ആയുധങ്ങൾ, ആഭരണങ്ങൾ, വേഷവിശേഷങ്ങൾ, കിരീടങ്ങൾ, ആയുധ സജ്ജീകരണങ്ങൾ എന്നിവയുടെ പരിപൂർണമായ പ്രദർശനമായിരുന്നു ആ ദൃശ്യം. സൂര്യപ്രകാശത്തിൽ പ്രതിഫലിച്ച ഈ ഘോഷയാത്ര ഉയർന്ന തിരമാലകളും മകരമത്സ്യങ്ങളും നിറഞ്ഞ സമുദ്രം പോലെ കാണപ്പെട്ടു. ഹരേ കൃഷ്ണ.